ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ ആ 120 പേര് ഒന്നിച്ചുകൂടി പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ കൂട്ടായ്മയിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ആലയത്തിന് ചുറ്റും അത് ഒരു കൊടുങ്കാറ്റാണ്. പക്ഷേ ആലയത്തിൽ ഓരോ വ്യക്തിയിലേക്കും ഇറങ്ങി വന്നപ്പോൾ അത് അഗ്നിജ്വാലയായി രൂപാന്തരപ്പെട്ടു. ഏത് കൊടുങ്കാറ്റും ഒരഭിഷേകമായി തീരാനുള്ളതാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. തകർത്തെറിയുമെന്ന് നാം കരുതുന്ന കൊടുങ്കാറ്റ് അനുഭവങ്ങളുണ്ട്. ജീവിതത്തെ ഉലച്ചുകളയുന്ന അനുഭവങ്ങളുണ്ട്. അത് സഭയുടെ ചരിത്രത്തിൽ നാളിതുവരെ ഈ കൊടുങ്കാറ്റ് അനുഭവങ്ങളിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളത്. പക്ഷെ അതെല്ലാം അഭിഷേകമായി, രക്ഷണീയമായ അഭിഷേകമായി രൂപാന്തരപ്പെടുത്തി എന്നുള്ളതാണ് സഭയുടെ ചരിത്രം. അതിന് നേതൃത്വം നൽകുക എന്നുള്ളതാണ് നമ്മളുടെ സവിശേഷമായ ഈ കാലഘട്ടത്തിൻ്റെ ഉത്തരവാദിത്വവും. പ്രാർത്ഥനാ ഗ്രൂപ്പ് വത്സരം എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് ഈ വർഷം നമ്മൾ പ്രാർത്ഥനാ ഗ്രൂപ്പുകളെ ബലപ്പെടുത്താൻ വേണ്ടിയാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പ്രാർത്ഥനാ ഗ്രൂപ്പുകളില്ലെങ്കിൽ നിലനിൽക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കി. വലിയ ആൾക്കൂട്ടങ്ങളും ആരവങ്ങളും 10,000-കണക്കിന് ആളുകളും ലക്ഷക്കണക്കിന് ആളുകളും ഒന്നിച്ചു കൂടുന്ന വലിയ കൺവെൻഷനുകളുടെ അടിപൊളി ആ ഒരു രീതികൾ തീർച്ചയായും വലിയ ഒരു അഭിഷേകത്തിൻ്റെ സ്പർശനമേൽക്കാൻ സഹായിച്ചു എന്ന് വരാം. ആ അനുഭവത്തെ ആഴപ്പെടുത്താൻ യഥാർത്ഥത്തിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ രൂപപ്പെടുന്ന അപ്പോസ്തോലിക കൂട്ടായ്മയ്ക്ക് സമാനമായ അപ്പോസ്തല പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്ന ആ കൊച്ചു കൂട്ടായ്മകൾക്ക് സമാനമായ കൂട്ടായ്മകൾക്കാണ് സാധിക്കുന്നത് എന്നുള്ളത് നമ്മുടെ എല്ലാം അനുഭവ പാഠമാണ്. വിശുദ്ധരുടെ ജീവചരിത്രമെല്ലാം നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം നാം മനസ്സിലാക്കുന്നൊരു കാര്യം, നമ്മളെല്ലാം മനുഷ്യരാണ്. നമ്മളെല്ലാം മനുഷ്യരാണ്. വിശുദ്ധരായിരുന്നവരും സാധാരണ മനുഷ്യരായിരുന്നു. അവർക്കും അവരുടേതായ ബലഹീനതകളുണ്ടായിരുന്നു. അവർ പ്രലോഭനങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇരുട്ടനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അവരെന്താണ്? പലതിൻ്റെ മേലും പോരാട്ടം തേടി വിജയിച്ചാണ് അവർ മഹത്വത്തിലേക്ക് പ്രവേശിച്ചത് എന്നുള്ള ആ ഒരു പാഠം. ഒറ്റപ്പെട്ട ഒരാത്മീയത ഈ കാലഘട്ടത്തിൽ പിടിച്ചു നിൽപ്പിന് സഹായകമാവുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം നാം എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂട്ടായ്മയിൽ നാം പരസ്പരം ബലപ്പെടുത്തണം എന്ന് ആവശ്യപ്പെടുന്നത്. ഈ കൂട്ടായ്മ അതിൻ്റെ പൂർണ്ണതയിൽ നാം അനുഭവിക്കുന്നത്, കണ്ടെത്തുന്നത് സഭയിലാണ്. നമുക്കറിയാം, പരിശുദ്ധ ത്രിത്വം തന്നെ കൂട്ടായ്മയുടെ സമ്പൂർണതയാണ്. അതിൻ്റെ ഛായയിൽ നമ്മുടെ കുടുംബങ്ങളും അതുപോലെ തന്നെ കുടുംബങ്ങൾ അടിസ്ഥാന സഭയാണ്.
എന്ന് നമുക്കറിയാം. ഗാർഹിക സഭ ഈ ദൃഢതയിൽ നമ്മെ നിലനിർത്തുന്നത് പരസ്പരമുള്ള ഈ ഐക്യമാണ്. അവിടെ നിലനിൽക്കുന്നത് യഥാർത്ഥത്തിൽ ആഴമായ ഈ ഒരു ആത്മീയതയുടെ പശ്ചാത്തലത്തിലാണ്. അപ്പം നമ്മൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ, എന്നോട് പ്രത്യേകിച്ച് യേശുക്രിസ്തു പ്രാർത്ഥനയുടെ മനുഷ്യൻ എന്ന വിഷയം അവതരിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആമുഖമായി നാം പറയുമ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നിടത്ത് നമ്മുടെ വാചാ പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥന, അങ്ങനെയുള്ള പ്രാർത്ഥനാ അനുഭവങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള ഒരു ആത്മീയതയാണ് നമ്മളിന്ന് ആവശ്യപ്പെടുന്നത്. ഇതിന് അടിസ്ഥാനമായി നിൽക്കുന്നത് സ്നേഹമാണ്. സ്നേഹം എപ്പോൾ നമ്മളിൽ നിന്ന് ചോർന്നു പോകുന്നു, അപ്പോൾ നമ്മളുടെ പ്രാർത്ഥനകളെല്ലാം അതര വ്യായാമങ്ങളായും ആരവങ്ങളായും അധപ്പതിക്കുമെന്ന് നാം മനസ്സിലാക്കണം. അത് ദൈവത്തോടുള്ള സ്നേഹവും മനുഷ്യനോടുള്ള സ്നേഹവും. ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനയുടെ രൂപമാകുന്നില്ല. അത് നമ്മെ വളർത്തുന്ന ഒരു അനുഭവമായി തീരുന്നില്ല. പരമമായ സ്നേഹം, സ്നേഹത്തിൻ്റെ ആ വലിയ വലിയ സ്നേഹത്തിൻ്റെ ആ ഒരു കൃപയാണ് നമ്മളുടെ ജന്മം, നമുക്ക് ലഭിച്ചിട്ടുള്ളതെല്ലാം. അപ്പോൾ ആ പരമസ്നേഹത്തെ നാം എന്താണ്, ഭയം കൊണ്ടല്ല ആ സ്നേഹത്തോട് പ്രതികരിക്കേണ്ടത്. സ്നേഹത്തിന് പ്രത്യുത്തരം സ്നേഹമാണ്. അപ്പോൾ ഇവിടെ നാം പ്രാർത്ഥന എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ അനുഭവം എന്ന് പറയുമ്പോൾ, നാം ചൊല്ലിത്തീർക്കുന്ന കുറേ പ്രാർത്ഥനകൾക്കപ്പുറത്തുള്ള ഒരു ഹൃദയബന്ധമാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മൾ പറയും, ഇത്രയും മാത്രം പ്രാർത്ഥിച്ചിട്ടും എന്നിലൊരു മാറ്റവും വരുന്നില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആ പ്രാർത്ഥന എന്നുള്ളത് ദൈവവുമായിട്ടുള്ള ഒരു ഹൃദയബന്ധമായി, സ്നേഹബന്ധമായി വളരുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഒച്ചപ്പാടുകൾക്കപ്പുറത്ത് ഹൃദയത്തിൻ്റെ ഒരു ചേർത്ത് വയ്ക്കലായി ഇത് മാറുന്നില്ല എന്നുള്ളതാണ്. നാം ഒരു പക്ഷേ ധാരാളം സംസാരിക്കുന്നുണ്ടാവും, കുറേ സ്തുതിപ്പുകൾ ഒരു പക്ഷേ ഉള്ളിൽ തൊടാതെ നാം ഇങ്ങനെ ശബ്ദങ്ങളാക്കി ഉയർത്തുന്നുണ്ടാവാം. എന്നാൽ ഇതൊന്നും എന്നെ സ്പർശിക്കുന്നില്ല, എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പര്യാപ്തമല്ല, എന്നെ എളിമപ്പെടുത്തുന്നില്ല, എന്നിൽ ആഴമായ അനുതാപം ഉണ്ടാകുന്നില്ല. നമ്മൾ പറയൂലേ, പണ്ടൊക്കെ ആരംഭത്തിലൊക്കെ ഈ ധ്യാനം നാം കൂടിക്കഴിയുമ്പോൾ സ്ഥായി ഘടകങ്ങളെ പറ്റിയാണ് നമ്മളെ പഠിപ്പിച്ചു വിടുന്നത്. ഇപ്പം സാധാരണ ധ്യാനങ്ങളിലും കൺവെൻഷനുകളിലൊന്നും ഈ സ്ഥായി ഘടകങ്ങളെ പറ്റി സംസാരിക്കാറേയില്ല. അതുകൊണ്ട് സ്ഥായിയായ ആ ഒരു ആത്മീയ അനുഭവത്തിൽ വളരാൻ നമുക്ക് സാധിക്കുന്നില്ല. അത് വ്യക്തിപരമായ പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയും നമ്മുടെ കൂട്ടായ്മയിലുള്ള നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ നാം അനുഭവിക്കുന്ന കുടുംബാനുഭവവും അവരാത്മീയമായ അനുഭവവും, അതിനപ്പുറത്തേക്ക് ഇതെന്താണ്, ഇത് സഭാത്മകമായ ഒരു ആത്മീയതയായി രൂപപ്പെടണം, എങ്കിലേ നിലനിൽക്കുകയുള്ളൂ. ഈ സഭാത്മകമായ ആത്മീയത എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ, നാം ചിലപ്പോൾ നമ്മൾ കൂടിയിരിക്കുന്നത് 10 പേരോ 15 പേരോ 20 പേരോ ഉള്ള പ്രാർത്ഥനാ ഗ്രൂപ്പുകളാവാം. പക്ഷേ നാം സഭയുടെ ഭാഗമാണ്, സഭയുടെ ആത്മീയതയാണ്, സഭാത്മകമായ ആത്മീയതയാണ് നാം ഉൾക്കൊള്ളുന്നത്. ആ ആത്മീയതയ്ക്ക് ഉള്ള 3 പ്രത്യേകതകൾ. ഒന്ന്, അത് വചനാധിഷ്ഠിതമാണ്, അത് ആരാധനയിലും കൂദാശയിലും അധിഷ്ഠിതമാണ്, അത് സഭാത്മകമാണ്, കൂട്ടായ്മയുടെ ഒരനുഭവം പകരുന്നതാണ്. ഈ പ്രത്യേകതകൾ. അപ്പം നമുക്കതുകൊണ്ടാണ് നാം നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ കൂദാശാ ജീവിത പ്രകാരം ഒന്ന് പരിശോധിക്കണം. വചനത്തോടുള്ള നമ്മുടെ ബന്ധം എപ്രകാരമെന്ന് നാം പരിശോധിക്കണം.
വചനത്തിൽ അധിഷ്ഠിതമാണ്. നമ്മളുടെ യാമപ്രാർത്ഥന, എഴുതപ്പെട്ട യാമപ്രാർത്ഥനകളൊക്കെ ഉണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ പരിശോധിക്കുമ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതെല്ലാം വചനം കൊണ്ട് നിറച്ചിരിക്കുകയാണ്. വചനമാണ്, വചനാധിഷ്ഠിതമാണ്, കൂദാശയിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ആത്മീയത. അതോടൊപ്പം തന്നെ ഈ കൂട്ടായ്മയുടെ ഒരനുഭവമാണ്. അതിൻ്റെ പൂർണ്ണതയിൽ അത് സഭാത്മകമായ ഒരനുഭവമായി തീരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിലനിൽക്കില്ല. വ്യക്തിപരമായി എനിക്ക് ധാരാളം അനുഭവങ്ങൾ പറയാൻ സാധിക്കും. എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന കൊണ്ട് മാത്രം മറ്റനേകരുടെ പ്രാർത്ഥനയുടെ പിൻബലത്തിൽ ജീവിക്കുന്ന ഒരുവനാണ് ഞാൻ. നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ച് നമുക്ക് പറയാൻ സാധിക്കും. സഭയോട് ചേർന്ന് നിൽക്കുമ്പോഴും നാം മനസ്സിലാക്കേണ്ടത് അതാണ്. നാം ചൊല്ലുന്ന പ്രാർത്ഥനകൾക്ക് മാത്രമല്ല നമുക്ക് പ്രത്യുത്തരം ലഭിക്കുന്നത്, കൃപ ലഭിക്കുന്നത്, മറിച്ച് യേശുക്രിസ്തുവിൻ്റെ ശരീരമായ സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ ലോകം മുഴുവനും അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയുടെ യോഗ്യതകളും പുണ്യജീവിതം നയിക്കുന്ന ആ പുണ്യവാന്മാരുടെ ജീവിതത്തിൻ്റെ പിൻബലവും എല്ലായിടങ്ങളിൽ നിന്നും ഉയരുന്ന പ്രാർത്ഥനയും പരിത്യാഗ പ്രവർത്തനങ്ങളും മാത്രമല്ല, പുണ്യവാന്മാരുടെയും രക്തസാക്ഷികളുടെയും ജീവിതത്തിൻ്റെ നന്മകളുമെല്ലാം നാം അറിയാതെ നമ്മിലേക്ക് പ്രവഹിക്കുകയാണ്. അതുകൊണ്ട് സ്വകാര്യമായി ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധം എന്നുള്ളതിന് അത് തീർച്ചയായും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിനപ്പുറത്തേക്ക് ഇത് വളർന്നാലേ നിലനിൽക്കുകയുള്ളൂ. സഭാത്മകമായ ഒരാത്മീയതയായി വളരണം. യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ്, ഉദ്ധിതനായ യേശു രൂപാന്തരപ്പെട്ടത് തന്നെയാണ് സഭ. യേശുവിൻ്റെ ഉയർപ്പിൽ ആദ്യം സാക്ഷിയായത് ആരാണ്? സാക്ഷിയായത് മഗ്ദലന മറിയമാണ്. വെള്ളിയാഴ്ച രാത്രിയായി, സന്ധ്യയായി, ശനിയാഴ്ച ശാബതാണ്. ശാബത്തിൻ്റെ ആദ്യ മുഹൂർത്തത്തിലാണ് അവിടെ നിന്നും വിട്ടുപോകുന്നത്. ശാബത്ത് അവസാനിക്കുന്ന ആദ്യ മുഹൂർത്തത്തിൽ തന്നെ മഗ്ദലന അവിടെ എത്തി. മഗ്ദലനെ ഈ കബറിങ്കിലേക്ക് ആകർഷിച്ചത് യേശു ക്രിസ്തുവുമായിട്ടുള്ള അത്രമാത്രം ദൃഢമായ, ആഴമായ, ആർദ്രമായ സ്നേഹമായിരുന്നു. അവിടെ എത്തി നോക്കിയപ്പോഴെന്താണ്? കബറിടം തുറന്നു കിടക്കുന്നു. ഭയവും ജിജ്ഞാസയുമെല്ലാം. ഉടനെ അവൾ ഓടിയത് ശിഷ്യന്മാരുടെ അടുത്തേക്കാണ്. ശിഷ്യന്മാരിൽ 2 പേര് കബറിങ്കിലെത്തി. നമുക്കറിയാം, പത്രോസും യോഹന്നാനും. യോഹന്നാനാണ് ആദ്യം എത്തിയത് എങ്കിലും പത്രോസ് ഇറങ്ങി പരിശോധിച്ചു. 2 പേരും പരിശോധിച്ചു. അവർ വിശ്വസിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. എന്നാൽ അവർ യേശുക്രിസ്തുവിൻ്റെ ശരീരം കണ്ടില്ല. ഉദ്ധാനത്തെ സംബന്ധിച്ചുള്ള ഉറപ്പ് അവർക്കുണ്ടായില്ല. അവർ പോയതിനു ശേഷം മഗ്ദലന എന്ത് ചെയ്തു? 20-ാം അധ്യായത്തിൽ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്. ആരംഭം മുതൽ വായിക്കുന്നത്, അവൾ പുലർച്ചയ്ക്ക് എന്ത് ചെയ്തു? അവൾ ഈ കരഞ്ഞുകൊണ്ട് ഈ കബറിടത്തിലേക്ക് കുനിഞ്ഞു നോക്കി. രണ്ടാണ്, കരഞ്ഞുകൊണ്ട് എളിമയോടെ കുനിഞ്ഞു നോക്കുക എന്നുള്ളതാണ്. അപ്പൊ കരയുന്ന ഒരാൾക്ക് ഉടനെ പ്രത്യുത്തരം കിട്ടും. ഈ ഒരു അടവ് നമ്മൾ മാനുഷികമായ രീതിയിൽ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ മുതലേ നാം ഉപയോഗിച്ചിട്ടുള്ളതാണ്. നമ്മുടെ മാതാപിതാക്കളുടെ ശ്രദ്ധ കിട്ടാനും അവർക്ക് നമ്മളോട് കൂടുതൽ സ്നേഹം തോന്നാനും നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ പെട്ടെന്ന് അവർ മറക്കാനും അവൾ ഹൃദയം ഒന്ന് ആർദ്രമാക്കാനുമൊക്കെ നാം കരച്ചിൽ വന്നാലും വന്നില്ലെങ്കിലും നമ്മൾ കരയാറുണ്ട്. ആ കരച്ചിൽ വിജയം കണ്ടിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ, ആ പിതാവിൻ്റെ സന്നദ്ധിയിൽ കരയുന്ന ഒരാൾക്ക് ഉടനെ ഉത്തരമാണ്. ഉടനെ ഉത്തരമാണ്. ഇവിടെ ബർത്തമിയൂസിൻ്റെ ആ സംഭവത്തിൽ നാം അത് തന്നെയാണ് കാണുന്നത്. ആരവം കേട്ടു കണ്ണു കാണാത്ത മനുഷ്യൻ ഈ ആരവം കേട്ട് ആരാണെന്ന് അന്വേഷിച്ചു. യേശു ക്രിസ്തുവാണെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു. അതാണ് ദാവീദിന്റെ പുത്ര എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഉച്ചത്തിലായപ്പോൾ
ആളുകൾ എന്ത് പറഞ്ഞു? അടുത്ത് നിൽക്കുന്ന പറഞ്ഞു, നീ ഇത്ര ബഹളം ഉണ്ടാക്കുന്നതാണ്. പലരും പറയുക എന്താണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു വിചാരിച്ച് ഇത്ര ബഹളം ഉണ്ടാക്കേണ്ട കാര്യമല്ലോ ഉണ്ടോ? ഉടനെ അവൻ സംസാരിക്കാതിരിക്കുകയല്ല, ഒച്ച ഉണ്ടാക്കാതിരിക്കുകയല്ല. അവൻ മറ്റുള്ളവരുടെ എതിർപ്പുകൾ ഉണ്ടായപ്പോൾ, തടസ്സപ്പെടുത്തൽ ഉണ്ടായപ്പോൾ, ഈ അന്ധനായ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു. ആ നിലവിളി കേട്ട് ഉടനെ യേശു നിന്നു. നമ്മളുടെ നിലവിളിയെ കടന്നു പോകത്തക്ക കാഠിന്യം ആർക്കില്ല? ദൈവത്തിനില്ല. അതാണ്. അപ്പൊ ദൈവത്തെ നമ്മോട് പിടിച്ചു ചേർത്ത് നിർത്തുന്ന ഒന്നാണ് വിശ്വാസത്തോടു കൂടിയുള്ള നമ്മുടെ കരച്ചിൽ. ഞാൻ ആമുഖമായി സൂചിപ്പിക്കുന്നതാണ്. സ്നേഹവും വിശ്വാസവുമാണ് അടിസ്ഥാനമായി നിൽക്കുന്നത്, പ്രാർത്ഥനയ്ക്ക് അടിസ്ഥാനമായി നിൽക്കുന്നത്. അതാണ് യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന മുഖ്യമായ പാഠവും. ഉടനെ യേശു നിന്നു, അവനെ വിളിക്കാൻ പറഞ്ഞു. അവരെന്താണ് പറഞ്ഞത്? ഉടനെ അവർ പറഞ്ഞു, എഴുന്നേൽക്കുക, ധൈര്യമായിരിക്കുക, യേശുക്രിസ്തു നിന്നെ വിളിക്കുന്നു. അപ്പോൾ കരയുന്ന ഓരോരുത്തർക്കും, ദൈവസന്നിധിയിൽ കരയുന്നവർക്ക് ഉടനെ കിട്ടുന്ന പ്രത്യുത്തരമാണ് ധൈര്യമായിരിക്കുക, എഴുന്നേൽക്കുക. കിടന്ന് കരയാതെ എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. നമ്മൾ പലപ്പോഴും കരഞ്ഞങ്ങ് പോകത്തേ ഉള്ളൂ. യേശു വിളിക്കുമ്പോൾ അടുത്ത് ചെല്ലാനും അവിടുത്തെ സ്വരം കേൾക്കാനും നമുക്ക് സാധിക്കുന്നില്ല. യേശു ചോദ്യം, നിനക്കെന്തു വേണം? നമ്മൾ പറയും മധ്യസ്ഥ പ്രാർത്ഥന, യാചനാ പ്രാർത്ഥന എന്ന് പറഞ്ഞ് രാവിലെ മുതൽ വൈകുന്നത് വരെ ഇങ്ങനെ ഈ യാചനകൾ കൊണ്ട് ദൈവത്തെ വീർപ്പ് മുട്ടിക്കേണ്ട കാര്യമില്ല. നമ്മളോട് ചോദിക്കുമ്പോഴങ്ങോട്ട് പറയണം, ചോദിക്കത്തക്കവണ്ണം നാം എന്താണ്, നമ്മളുടെ ഈ അനുതാപത്തോടുകൂടി എളിമയോടുകൂടി അവിടുത്തെ സന്നദ്ധിയിൽ കരഞ്ഞ് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ധൈര്യമായിരിക്കുക. അതാണ് പ്രിയപ്പെട്ടവരെ, കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു അഭിഷേകം പോലെ എപ്പോഴും ലഭിക്കുന്നതാണ് ധൈര്യമായിരിക്കുക. നീ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്നും, ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും നീ എഴുന്നേൽക്കുക. ക്രിസ്തു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. ആ ഒരു വിളിക്ക് പ്രത്യുത്തരം നൽകാനുള്ള ആ ഒരു ശക്തിയാണ് യഥാർത്ഥത്തിൽ ഓരോ നിലവിളിയിലൂടെയും നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഓരോ നിലവിളിയിലൂടെയും നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ മഗ്ദലന കരഞ്ഞുകൊണ്ട് കുനിഞ്ഞു നോക്കിയതാണ്. ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ട് മുട്ടുമടക്കുന്ന, കുനിഞ്ഞു നിൽക്കുന്ന ദൈവ പൈതലിന് ഉടനെ മറുപടിയുണ്ട്. പിന്നീട് ദൈവത്തിന് നമ്മുടെ കൺമുമ്പിൽ നിന്ന് മറഞ്ഞു നിൽക്കുക സാധ്യമല്ല. അതാണ്, ദൈവത്തിന് മൗനം പുലർത്തുക സാധ്യമല്ല. അങ്ങനെ കരഞ്ഞ് ദൈവത്തെ വിളിച്ചിറക്കുകയും ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് നമ്മുടെ പൂർവികര്, നമ്മുടെ മാതാപിതാക്കള് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഇതിൻ്റെ ശക്തി, ഈ വിളിയുടെ ശക്തി, അതിൻ്റെ ഫലവും അനുഭവിച്ചറിഞ്ഞിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ, ആ മാതാപിതാക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ഗുരുഭൂതരാണ് എന്നുള്ളതും പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ അവള് നോക്കിയപ്പോൾ എന്താണ് അതുവരെ കണ്ടത്? തലയ്ക്കലും കാൽക്കലും തുണിക്കഷണമാണ് മാത്രമാണ് കണ്ടിരുന്നത്. ഇപ്പോൾ അവൾക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? 2 ദൂതന്മാരെ കാണുന്നുണ്ട്, ദൈവദൂതന്മാരെ കാണാൻ സാധിക്കുന്നുണ്ട്. അവളുടെ കരച്ചിലിനുള്ള പ്രത്യുത്തരമാണ്. ദൈവദൂതന്മാരെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പുകയുള്ളിടത്ത് എന്തുണ്ട്? പുകയുള്ളിടത്ത് തീയുണ്ട്. ദൈവദൂതന്മാരുള്ളിടത്ത് ദൈവമുണ്ട്. ചില സന്ദർഭങ്ങളിൽ നാം മനസ്സിലാക്കണം, ചില സന്ദർഭങ്ങളിൽ ദൈവം തന്നെ കൂടുതൽ മഹത്വപൂർണമായി വെളിപ്പെടുത്തുന്നതിന് ദൈവം നമ്മളുടെ കൺമുൻപിൽ മറഞ്ഞു നിന്നു എന്ന് വരാം. അതാണ് ഇരുട്ടനുഭവം എന്ന് പറയുന്നത്. അമ്മ ത്രേസ്യയൊക്കെ
അനുഭവിച്ചിട്ടുള്ളതാണ്. ജോൺ ഓഫ് ദി ക്രോസ് ഒക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. സാധാരണക്കാരായ നമുക്കും ചിലപ്പോൾ ചില കാലഘട്ടങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ പെട്ടെന്നൊരു ഇരുട്ട് കയറുന്ന പോലെ തോന്നാം. എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, ഒരു ഉന്മേഷം തോന്നുന്നില്ല, ആത്മീയമായ ആഹ്ലാദം പോലും നമുക്ക് ലഭിക്കുന്നില്ല. അതാണ്, ആത്മീയമായ ആഹ്ലാദം പോലും ലഭിക്കുന്നില്ല. ചില വിശുദ്ധന്മാരോട് നമുക്കറിയാമല്ലോ, ഈ പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന ആത്മീയ ആഹ്ലാദം പോലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ കുരിശും വേദനകളും ഈ ശൂന്യതയുടെ അനുഭവങ്ങളുമാണ് ആവശ്യമെന്ന് ചോദിച്ചു വാങ്ങിയിട്ടുള്ള വിശുദ്ധരുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഈ ഇരുട്ട് അനുഭവങ്ങൾ നമുക്കുണ്ടായി എന്ന് വരാം. അതെന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ മഹത്വം കൂടുതൽ പ്രകടമാക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ മുൻപിൽ ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കാതെ വരുമ്പോൾ എന്താണ്? എൻ്റെ സ്വരം ശ്രവിക്കുന്നില്ല, വല്ലാത്തൊരു മന്ദത, എൻ്റെ നിലവിളിക്ക് ഉത്തരം കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ വിശ്വാസം ബലപ്പെടുത്തേണ്ടതുണ്ട്, നമ്മളിലുള്ള ദൈവ സ്നേഹവും ബലപ്പെടുത്തേണ്ടതുണ്ട്. അതിനെന്ത് ചെയ്യണം? ഇന്നലകളിലേക്ക് നാം പിന്തിരിഞ്ഞ് നോക്കണം. ഇതുപോലെ നാം കടന്നു വന്ന വഴിയുണ്ട്, ആ വഴികളിലേക്ക് പ്രിയപ്പെട്ടവരെ തിരിഞ്ഞു നോക്കണം. മഗ്ദലന എന്ത് ചെയ്തു? അവള് കല്ലറയിൽ നിന്ന് കണ്ണ് പിൻവലിച്ചിട്ട് അവൾ പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ എന്ത് കണ്ടു? പിന്നിൽ തോട്ടക്കാരൻ തോന്നിക്കുന്ന ഒരുവൻ നിൽക്കുന്നത് കണ്ടു. ഇന്ന് എൻ്റെ കണ്ണിൽ ദൈവത്തിന് രൂപം തെളിയുന്നില്ല, ഇന്ന് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുന്ന ഇല്ല എന്ന് തോന്നുമ്പോൾ നാം എന്ത് ചെയ്യണം? ഇന്നലകളിൽ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട എൻ്റെ ദൈവത്തെ പറ്റിയുള്ള ഓർമ്മകൾ, പരിപാലനയുടെ ഓർമ്മകൾ നാം അയവിറക്കണം, ധ്യാനിക്കണം. അതാണ്, നാളിതുവരെ ദൈവം എന്നെ വഴി നടത്തി, ആ ഒരു ഓർമ്മ. അപ്പോൾ അവൾ എന്താണ് വിചാരിച്ചത്? തോട്ടക്കാരനെന്നാണ് വിചാരിച്ചത് എന്ന് വിചാരിച്ചിട്ട് യേശുവിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. തോട്ടക്കാരനെ കണ്ടപ്പോൾ തോട്ടത്തിൻ്റെ വിശേഷമല്ല ചോദിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അതാണ് നാം മനസ്സിലാക്കേണ്ടത്. നാം എപ്പോഴും നമ്മുടെ സംസാര വിഷയവും നമ്മുടെ അന്വേഷണവും ദൈവവും ദൈവീകമായ കാര്യങ്ങളുമാണ് എന്നുള്ളത് നാം ഓർമ്മിക്കേണ്ടതുണ്ട്. അവൾ അന്വേഷിച്ചത് എന്താണ്? നീ അവനെ എവിടെ കൊണ്ടുപോയി? അവനെ എവിടെ വച്ചിരിക്കുന്നു എന്നാണ്. അവൻ്റെ ശരീരമാണ് ചോദിക്കുന്നത്, അവനെ നിങ്ങൾ എവിടെ വച്ചിരിക്കുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ അവൻ അവിടെ നിന്ന് കൊണ്ട് വിളിച്ചു, മറിയം എന്ന് വിളിച്ചു. അവൾക്ക് പരിചിതമായ സ്വരമാണ്. എത്രയോ പ്രാവശ്യം യേശുവിൻ്റെ സ്വരം കേട്ടിട്ടുള്ള ആളാണ് മഗ്ദലന മറിയം. ആ സ്വരം കേട്ട് പരിചയമുള്ളവർക്ക് മാത്രമേ ഒരുപക്ഷെ വളരെ ഫീബിളായിട്ടുള്ള ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുള്ളൂ. ഇരുട്ടിൻ്റെ അനുഭവങ്ങളിലും ഈ ഒരുപക്ഷെ വളരെ 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 നേർത്ത ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ മറിയം എന്ന് പേര് ചൊല്ലി വിളിച്ചു. അവൾക്ക് മനസ്സിലായി യേശു ക്രിസ്തുവാണ് വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കി. അവൾ ഉടനെ എന്താണ്? യേശുവിൻ്റെ അടുത്തേക്ക് ഓടി. വിളി കേൾക്കുന്നവർ ആ ഒരു ബന്ധം ദൃഢപ്പെടുത്താൻ വേണ്ടി യേശുവിൻ്റെ പാദത്തിങ്കലേക്ക് ഓടുക എന്നുള്ളതാണ്. എന്നിട്ട് അവൾ പഴയതുപോലെ ഇടപെടാൻ ശ്രമിക്കുമ്പോഴാണ് യേശു പറയുന്നത് നീ എന്നെ തുടരുത്, നീ എന്നെ ഇനി അറിയാനാണ് ഉദ്ധിതനായി. എന്നെ അറിയാനുള്ള മാർഗം എന്താണ്? നീ പോയി ശിഷ്യന്മാരെ അറിയിക്കുക, നീ പോയി എൻ്റെ സഹോദരന്മാരെ വിവരം അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഉദ്ധിതനായ യേശുവിനെ പറ്റി കൂടുതൽ അറിയാനുള്ള മാർഗം എന്താണ്? അപ്പോസ്തോലിക കൂട്ടായ്മയിലേക്ക് വരിക എന്നുള്ളതാണ്. ഒറ്റപ്പെട്ട അന്വേഷണത്തിനെല്ലാം പരിധികളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റപ്പെട്ട അന്വേഷണത്തിനെല്ലാം പരിധികളുണ്ട്. എന്നാൽ അപ്പോസ്തോലിക സഭയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ ആത്മീയ അനുഭവം
സമ്പൂർണമായി തീരുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഉദ്ധിതനായ യേശു ഇന്ന് ജീവിക്കുന്നതാണ് സഭ എന്നുള്ള ആ ഒരു ബോധ്യത്തോടെ സഭയോട് ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മുടെ ആത്മീയത ബലപ്പെടുത്തേണ്ടത്. ഈ സഭയുടെ ആ ഒരു ഘടകം എന്നുള്ള നിലയിലാണ്, ഈ സഭയെ പുളിപ്പിക്കുന്ന ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിലാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ കൂട്ടായ്മകൾ നാം രൂപപ്പെടുത്തേണ്ടത് എന്നുള്ളത് ഓർമ്മിക്കണം. മിസ്റ്റർ ഫ്രാൻസിസ് അസീസി രണ്ടാമത്തെ ക്രിസ്തു എന്നറിയപ്പെടുന്നയാളാണ്. ഫ്രാൻസിസ് അസീസി ജീവിച്ചത് എന്താണ്? സഭാത്മകമായ ആത്മീയതയാണ്. സഭാത്മകമായ ആത്മീയതയാണ്. ഫ്രാൻസിസ് അസീസിക്ക് ഒരു അസ്വസ്ഥത, യുവത്വത്തിൻ്റെ ആ ഒരു അനുഭവത്തിൽ അവൻ ആഗ്രഹിച്ചത് എന്താണ്? അറിയപ്പെടാനുള്ള ആഗ്രഹവും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവൻ്റെ ആ യുവത്വത്തിൻ്റെതായ ചാബല്യങ്ങളും. അവൻ യുദ്ധം നേടി യുദ്ധത്തിൽ വിജയം നേടി മാടമ്പിയാകാൻ ആഗ്രഹിച്ചു. പക്ഷേ അവിടെയെല്ലാം അവൻ പരാജയമായിരുന്നു. അപ്പോഴും അവൻ്റെ മനസ്സിൽ വിട്ടുപോകാത്ത ഒരു അസ്വസ്ഥത. എൻ്റെ മനസ്സിലൊരു അസ്വസ്ഥതയുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം എന്നെ എന്തിനോ വേണ്ടി വിളിക്കുന്നു എന്നുള്ളതാണ്. അത് ദൈവം എന്നെ കൈവിട്ടു എന്നുള്ളതിൻ്റെ അടയാളമല്ല. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും വേറൊന്നിലേക്ക് രൂപാന്തരപ്പെടാനും എനിക്ക് പുതിയൊരു അഭിഷേകം പ്രാപിക്കാനുമുള്ള, പുതിയ ഉൾക്കാഴ്ചകൾ പ്രാപിക്കാനുമുള്ള ദൈവീക സ്പർശനമായി നാം കാണേണ്ടതുണ്ട്. അതിനെ നാം എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവൻ പള്ളിയിലിരിക്കുമ്പോഴാണ് അവന് ക്രൂശിതൻ സംസാരിക്കുന്ന സ്വരം കേട്ടത്. പള്ളി പണിയുക എന്ന് പറഞ്ഞു. അവൻ വിചാരിച്ചു, ചരിത്രമെല്ലാം നിങ്ങൾക്കറിയാവുന്നതാണ്, ഇടവക ദേവാലയം കേടുപൊക്കുകയാണെന്ന് വിചാരിച്ച് കല്ലു തേടി നടക്കുന്ന അവൻ അവസാനം തിരിച്ചറിഞ്ഞത് ഒരു കുർബാന മധ്യേ വൈദികൻ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ, ശിഷ്യന്മാരെ അയക്കുന്ന വാക്യങ്ങൾ വായിച്ച് വ്യാഖ്യാനിക്കുന്നതിൽ പങ്കെടുത്തപ്പോഴാണ്. എനിക്കൊരു ആത്മീയ അനുഭവം ഉണ്ടായി. ദൈവത്തിൻ്റെ സ്വരം ശ്രമിച്ചു. ഉടനെ എന്താണ്? ഞാൻ എൻ്റെ വഴിക്ക് സഞ്ചരിക്കുക എന്നുള്ളതല്ല, എൻ്റെ സ്വകാര്യമായ ഒരു ആത്മീയത എന്നുള്ളതല്ല, മറിച്ച് അവിടെന്താണ്? കൂടുതൽ തീവ്രമായ ആഗ്രഹത്തോടെ വചനത്തിലേക്ക് മടങ്ങാനും കൂദാശകളിലേക്ക്, കുർബാനയിലേക്ക്, സഭയോട് ചേർന്ന് നിൽക്കാനും തയ്യാറായി എന്നുള്ളതാണ്. അപ്പോഴാണ് അതിനെപ്പറ്റിയുള്ള ഉൾക്കാഴ്ചകൾ ലഭിച്ചത്. അവസാനം ഫ്രാൻസിസ് തീരുമാനിച്ചത് എന്താണ്? സുവിശേഷം ജീവിക്കുക എന്നുള്ളതാണ്. സഭയെ പണിയാനുള്ള മാർഗം സുവിശേഷം ജീവിക്കുകയാണ് എന്ന് ഫ്രാൻസിസ് അസീസി മനസ്സിലാക്കി. പക്ഷെ നമ്മളുടെ എല്ലാം ദൗത്യം ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് നയിക്കുക എന്ന് പറഞ്ഞാൽ നാം എന്താണ്? നാം സഭയെ പണിയുകയാണ്. ഒരു കുടുംബ ജീവിതം നമ്മൾ അനുഗ്രഹകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ, കുടുംബത്തിൻ്റെ ആത്മീയത നിലനിർത്തിക്കൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാം സഭയെ പണിയുകയാണ്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ സാക്ഷ്യപൂർണമായി ഞാൻ നിറവേറ്റുമ്പോൾ ഞാൻ സഭയെ പണിയുകയാണ് ചെയ്യുന്നത്. ഫ്രാൻസിസ് അസീസി എന്തു ചെയ്തു? ഈ സഹോദരങ്ങളെയും കൂട്ടിക്കൊണ്ട് അസീസിയിൽ നിന്ന് കാൽനടയായി റോമിലെത്തി. ആ ചരിത്രങ്ങൾ നിങ്ങൾക്കറിയാം. ഇന്നസെൻ്റ് 3-ാമൻ മാർപ്പാപ്പായാണ്. ആദ്യം ഇവരെ തിരിച്ചറിയാൻ സാധിച്ചില്ല. ആദ്യം അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുത്തില്ല. അവസാനം ഇന്നസെൻ്റ് മാർപ്പാപ്പായ്ക്ക് ഉണ്ടായ ഒരു ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്, സ്വപ്നത്തിലുണ്ടായ ഒരു ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഫ്രാൻസിസിന് അദ്ദേഹത്തെ കാണാൻ, പരിശുദ്ധ പിതാവിനെ കാണാനുള്ള അവസരമുണ്ടായത്. ഫ്രാൻസിസ് എന്താണ് ആവശ്യപ്പെട്ടത്? ഞാനൊരു സന്യാസ സമൂഹം സ്ഥാപിക്കാൻ പോകുന്നു, അതുകൊണ്ട് അതിന് ആവശ്യമാകുന്ന സൗകര്യങ്ങൾ ചെയ്തു തരണമെന്നല്ല പറഞ്ഞത്. അതിനുവേണ്ടി പണവും സംവിധാനങ്ങളും വേണമെന്നല്ല പറഞ്ഞത്. അവിടുത്തെ തൃക്കരം നീട്ടി, വിശുദ്ധമായ കരങ്ങൾ നീട്ടി, ഈ നെറ്റിത്തടത്തിൽ കുരിശടയാളമിട്ട് ഈ ആത്മീയത ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. സഭാത്മകമായ ഒരാത്മീയത മാത്രമേ സ്ഥായിയായ ഫലങ്ങൾ പുറപ്പെടുവിക്കുള്ളൂ. അതാണ് സഭാത്മകമായ ഒരാത്മീയത മാത്രമേ സ്ഥായിയായ ഫലങ്ങൾ പുറപ്പെടുവിക്കുള്ളൂ എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കേണ്ടതുണ്ട്. ഫ്രാൻസിസ് അസീസി തൻ്റെ സ്വകാര്യതയിൽ ഈ ഒരാത്മീയ അനുഭവം സൂക്ഷിക്കാനും കൂട്ടുകാരോടൊന്നിച്ച് അവിടെ
ഏതാനും അവർക്ക് ഒരു സാക്ഷാത്കാരം, ആത്മീയമായ അല്ലെങ്കിൽ ഒരു ഉണർവ് കിട്ടത്തക്ക വണ്ണം അവിടെ പ്രവർത്തനം പ്രാദേശികമായി അവരൊതുക്കി നിർത്താൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഈ നൂറ്റാണ്ടുകളെ മുഴുവനും തൊട്ടുണർത്തിക്കൊണ്ട് ചലനാത്മകമാക്കിയ ഫ്രാൻസിസ്കൻ ആത്മീയത ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ്. ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ടാണ് നാം വിചാരിക്കും നമ്മളൊക്കെ ബലഹീനരാണ്, നമ്മളൊക്കെ മനുഷ്യരാണ്, പോരായ്മ ഉള്ളവരാണ്, വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ ഈ കൂട്ടായ്മയിൽ നാം ചെയ്യുന്ന ഓരോ നന്മയും, എന്നിലുണ്ടാകുന്ന അനുതാപം പോലും സഭാത്മകമായ ആ ഒരു ചൈതന്യം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. അതുകൊണ്ട് സഭയോട് നാം ചേർന്ന് നിൽക്കണം, നമ്മുടെ കൂട്ടായ്മയിൽ നാം ബലപ്പെടുകയും ചെയ്യണം.